നമസ്കാരം. നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ബ്രഷ് കട്ടറുകൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്യാം എന്നുള്ളത്. ഇപ്പോൾ ഇനിയിപ്പോൾ മറ്റേ വേനലിങ്ങനെ അവസാനിക്കാറായി, മഴയൊക്കെ ചെറുതായിട്ട് പെയ്തു തുടങ്ങി. അപ്പോൾ മഴയൊക്കെ പെയ്തു വരുമ്പോൾ ഇനി പുല്ലൊക്കെ മുളച്ച് വരാൻ തുടങ്ങും. അപ്പോൾ കുറച്ച് ആളുകളുണ്ട്, ഓടിപ്പടഞ്ഞ് വന്നിട്ട് മെഷീൻ എടുത്ത് പോകും. അവരുടെ ഒരു സ്ഥിരം പരിപാടിയാണ്. നമ്മളുടെ അടുത്ത് ഇഷ്ടം പോലെ വരാറുണ്ട്. ഓടി വരും. അവർക്ക് എന്താണ് അവരുടെ കാര്യങ്ങൾ എന്നൊന്നും പറയണ്ടാവില്ല. ഏറ്റവും കുറഞ്ഞ മെഷീൻ ഏതാണുള്ളത്, അല്ലെങ്കിൽ ഏതാ നല്ല മെഷീൻ എന്നൊക്കെ ചോദിച്ചിട്ട് വരും. അപ്പോൾ അങ്ങനെ വന്നിട്ട് എടുത്തു പോവും. എടുത്തു പോയിട്ട് പിന്നീടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഇത് പ്രോപ്പറായിട്ട് ഉപയോഗിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. മെയിൻ്റനൻസ് വരുമ്പോൾ അപ്പോൾ അവർക്കതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവരിത് വർക്ക് ചെയ്യുന്ന മാത്രമേ കാണുന്നുള്ളൂ. ഇതിൻ്റെ മെയിൻ്റനൻസിനെ പറ്റിയിട്ടുള്ള ഒരു കാര്യങ്ങളെക്കുറിച്ചൊന്നും അവർക്ക് കൃത്യമായൊരു ധാരണ ഇല്ലാതെയാണ് ഓടി വന്ന് എടുക്കുന്നത്. ഇതിങ്ങനെ വർക്ക് ചെയ്യുന്നത് കാണുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്കൊക്കെ ഭയങ്കര താല്പര്യമാണല്ലോ. അപ്പോൾ ആ നിലയ്ക്ക് അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു കാര്യം പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു മെഷീൻ സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴാണെങ്കിലും ഏതൊരു ആളാണെന്നുണ്ടെങ്കിലും എന്താണ് നമ്മുടെ ആവശ്യം എന്നുള്ള ആദ്യം ചിന്തിക്കണം. ഇപ്പോൾ ഈ ഒരു കുറച്ച് സ്ഥലമുണ്ട്, അവിടെ കുറച്ച് വെട്ടാനുണ്ട്, അപ്പോൾ ആളുകളെ വിളിച്ചാൽ കിട്ടുന്നില്ല, അപ്പോൾ അവർക്ക് ഭയങ്കര ഡിമാൻഡാണെന്നൊക്കെ പറയും. കാരണം ഈ സീസൺ ടൈം വരുമ്പോൾ അങ്ങനെ പെട്ടെന്ന് നമുക്ക് ആളുകളെ വിളിച്ചാൽ കിട്ടില്ല. കാരണം അവർക്ക് അവരുടെ സ്ഥിരമായിട്ട് വരുന്ന പണികളും കാര്യങ്ങളും ഉണ്ടാവും. ആ പണികൾ ചെയ്തതിൻ്റെ ശേഷമുള്ളൂ നമുക്ക് അവർ പുറമെയുള്ള വർക്കുകൾ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പെട്ടെന്ന് വന്നിട്ട് ഒരു മെഷീൻ എടുത്തിട്ട് എന്നാൽ പിന്നെ നമുക്കങ്ങനെ ചെയ്യാമല്ലോ എന്ന് പറഞ്ഞിട്ട് മെഷീൻ എടുക്കും. അപ്പോൾ പലരും ചിന്തിക്കേണ്ടുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ മെഷീനുകളിൽ 2 ടൈപ്പ് മെഷീനുകളാണ് നമുക്ക് വരുന്നത്. 4 സ്ട്രോക്ക് 2 സ്ട്രോക്ക് മെഷീനുകൾ. ഇതിൽ നമുക്ക് ചീപ്പായിട്ട് കിട്ടുന്ന അല്ലെങ്കിൽ എവിടെയും സ്പെയർസ് അവൈലബിൾ ആയിട്ട് നമുക്ക് സർവീസും കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോകാവുന്ന ഒരു മോഡൽ എന്ന് പറയുന്നത് 2 സ്ട്രോക്കിൽ ചൈന മോഡലിൻ്റെ മെഷീനുകളാണ്. മിത്സുബിഷി TU43 എന്ന് പറയുന്നൊരു മോഡലുണ്ട്, മിത്സുബിഷി കമ്പനിയുടെ. അതിൻ്റെ കോപ്പി ആയിട്ട് ഇറങ്ങിയിട്ടുള്ള മെഷീനുകളാണ് ഈ ചൈന മോഡലുകൾ 2 സ്ട്രോക്കിലുള്ള എല്ലാ മെഷീനുകളും. എന്താ വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ഈ കിസാൻ ക്രാഫ്റ്റ് കമ്പനിയുടെ മെഷീൻ, പിന്നെ ആ ഒരു ഡിസൈനിൽ വരുന്ന മെഷീനുകളെല്ലാം ഈ TU43യുടെ കോപ്പികളാണ്. അപ്പോൾ അതാണ്. പിന്നെ ചൈനയിൽ നിന്ന് ഇഷ്ടം പോലെ മോഡലുകൾ പല കമ്പനികളിൽ നമ്മൾ പറഞ്ഞ പേരിൽ ചൈനക്കാരടിച്ച് തരുന്ന ഒരു അവസ്ഥയാണതുള്ളത്. അപ്പോൾ അതാണ് മെയിനായിട്ട് ഇപ്പോൾ മാർക്കറ്റിൽ മെയിനായിട്ടുള്ളത്. പിന്നെ വരുന്ന 4 സ്ട്രോക്ക് മെഷീനുകളിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള, ഇന്ത്യയിൽ തന്നെ പറയാം, 4 സ്ട്രോക്കിൽ ഹോണ്ടയാണുള്ളത്. ഹോണ്ട GX35 എന്ന് പറയുന്ന മോഡൽ. GX35 തന്നെയാണ് കേട്ടോ ഏറ്റവും നല്ല മെഷീൻ. ഏറ്റവും കൂടുതൽ വിജയിച്ചിട്ടുള്ള മെഷീനും GX35 തന്നെയാണ്. അപ്പോൾ അത് വന്നിട്ട് നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം, ഹോണ്ടയുടെ മെഷീനുകൾ കോസ്റ്റ്ലിയാണ്, നല്ല കോസ്റ്റ്ലിയാണ്. ആഫ്റ്റർ സർവീസും അതേപോലെ നമുക്ക് ചിലവ് വരുന്നൊരു കാര്യമാണ് ഈ ഹോണ്ട മെഷീനുകളാകുമ്പോൾ. അപ്പോൾ ഇങ്ങനെ 2 ടൈപ്പ് മെഷീനുകളാണ് നമുക്ക് വരുന്നത്, 2 സ്ട്രോക്കും 4 സ്ട്രോക്കും. 2 സ്ട്രോക്കിൽ കോമൺ ആയിട്ട് കിട്ടുന്നത് ചൈന മോഡലുകളാണ് എന്ന് മാത്രമാണ്. 2 സ്ട്രോക്കിലാണ് ശരിക്കും വെറൈറ്റികളുള്ളത്. ഏറ്റവും കൂടുതൽ മെഷീനുകൾ കിടക്കുന്നത് 2 സ്ട്രോക്കിലാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പല ബ്രാൻഡുകളിൽ വരുന്നുണ്ട്, നല്ല ഹെവി ബ്രാൻഡുകളിൽ ഒക്കെ വരുന്നുണ്ട്. നല്ല ജർമ്മൻ ബ്രാൻഡായിട്ടുള്ള സ്റ്റില്ല്, പിന്നെ സ്വീഡൻ്റെ മോഡലുണ്ട് ഹസ്കോർണ, പിന്നെ അവിടെ പോയി കഴിഞ്ഞാൽ ഇറ്റലിയുടെ ഒരു ബ്രാൻഡുണ്ട് വലിയ മാക് എന്നൊക്കെ പറഞ്ഞിട്ട്, അങ്ങനെ ഒരുപാട് ബ്രാൻഡ്. പിന്നെ ജപ്പാൻ്റെ ഒക്കെ വരുന്നുണ്ട്, മെഷീനുകൾ വരുന്നുണ്ട്, ഹിറ്റാച്ചി, പിന്നെ ഈ എക്കോ ഒന്നും നമ്മളെ നാട്ടിൽ കൂടുതൽ പോപ്പുലാരിറ്റി ഇല്ല, സ്പെയർസ് കിട്ടാനും ബുദ്ധിമുട്ടാണ്. പക്ഷേ എക്കോൻ്റെയൊക്കെ ചില മോഡലുകൾ വരുന്നുണ്ട്. ഈ ഹസ്കോർണയിൽ തന്നെ 143 എന്ന് പറയുന്നൊരു മോഡൽ വരുന്നുണ്ട്, അത് എക്കോയിൽ വരുന്നുണ്ട്. പിന്നെ സെനോവ എന്ന് പറഞ്ഞ കമ്പനിയിൽ വരുന്നുണ്ട്, അതുതന്നെ ചൈനക്കാർ കോപ്പിയിലും വരുന്നുണ്ട്. G45 എന്ന് പറയുന്നൊരു മോഡലായിട്ട് അതും വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്ന വെറൈറ്റി കിട്ടുന്നൊരു സാധനം എന്ന് പറയുന്നത് 2 സ്ട്രോക്ക് മെഷീനുകളാണ്. അപ്പോൾ ഈ 2 സ്ട്രോക്ക് മെഷീനുകൾ വളരെ വൈഡ് റേഞ്ചിൽ കിട്ടും. അതായത് നമുക്കിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5000 രൂപ മുതൽ ഒരു 50,000, 60,000, 1,00,000 രൂപ വരെയൊക്കെയുള്ള മെഷീനുകൾ അവൈലബിൾ ആണ്.
അത്ര ഹെവി മെഷീനുകളും ഉണ്ട്, ഏറ്റവും ചീപ്പ് മെഷീനുകളും ഉണ്ട്. 4 സ്റ്റോക്കിലാകുമ്പോൾ നമുക്ക് ചൈന മോഡലുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിഡ് റേഞ്ച് വരും, ഒരു 10 രൂപ 5 രൂപ റേഞ്ചിലൊക്കെ വരുന്ന മെഷീനുകളാണ് 4 സ്റ്റോക്ക് വരുന്നത്. ഈ GS35ൻ്റെ കോപ്പി അത് മാത്രമേ വരുന്നുള്ളൂ. പിന്നെ ഒറിജിനൽ ഹോണ്ട GX35 എന്ന് പറയുന്ന മോഡൽ, അത് അങ്ങനെ ആ 2 മോഡലുകളാണ് കൂടുതലായിട്ട് വരുന്നത്. പിന്നെ ഈ GX-നെ 35 എന്നുള്ളത് 45 ആക്കിയിട്ടും 50 ഒക്കെ ആക്കിയിട്ടും വരുന്നുണ്ട്. അതൊക്കെ പിന്നെ CC കൂട്ടിയിട്ടും ഒക്കെ വരുന്ന മോഡലാണ്. അതിൻ്റെ കോപ്പിയും വരുന്നുണ്ട്. പക്ഷേ സ്പെയർസ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. 35 ആകുമ്പോൾ നമുക്ക് കോമൺ ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ TU43 എന്ന് പറയുന്ന മോഡൽ, നമ്മളെ സാധാരണ ചൈന മോഡലിൻ്റെയും സ്പെയർസ് കിട്ടും. അത് എവിടെ ചെന്നാലും കിട്ടും. നമുക്കതിന് ഒരു ബുദ്ധിമുട്ടും വരില്ല. നമ്മൾ എടുത്തോടെ തന്നെ പോകണമെന്നില്ല, നമുക്ക് എവിടെ വേണം ചെന്ന് കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്പെയർസ് കിട്ടും. അതേപോലെ തന്നെ സ്പെയർസ് ഇപ്പം ഇങ്ങനെ കോമൺ ആയി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ ഹസ്ക്വറിനയുടെ 143 എന്ന് പറയുന്നൊരു മോഡൽ. അതിൻ്റെ സ്പെയർസ് നമുക്ക് ഇപ്പം ഇങ്ങനെ അവൈലബിൾ ആയി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതും കിട്ടും. അപ്പോൾ സ്പെയർസിൻ്റെ അവൈലബിലിറ്റി ആദ്യം നമ്മൾ പരിഗണിക്കണം. അല്ലാതെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മെയിൻ്റനൻസിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ട് മെയിൻ്റനൻസിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടില്ല, സ്പെയർസ് കിട്ടില്ല. സ്പെയർസ് കിട്ടാത്തൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ മെഷീൻ എടുത്ത് വെറുതെ ആവും. അപ്പോൾ നമുക്ക് അതുകൊണ്ട് ഗുണമാവില്ല. അപ്പോൾ അതേപോലെ നമുക്ക് സ്ഥിരമായിട്ട് വർക്കില്ല, നമുക്കൊരു വർഷത്തിലൊരു 10 മണിക്കൂറോ 15 മണിക്കൂറോ വെട്ടാനേ ഉള്ളൂ. അങ്ങനെയൊക്കെയുള്ള ആളുകൾ ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ മെഷീൻ എടുക്കാണ്ടിരിക്കുകയാണ്. കാരണം വെറുതെയാണത്. ഒരു വർഷത്തിലൊരു 15 മണിക്കൂർ വെട്ടാനുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുക, ഒന്നുകിൽ മറ്റേ വാടകയ്ക്ക് കിട്ടും, അവിടെ പോയിട്ട് വാടകയ്ക്ക് എടുക്കുക, അല്ലെങ്കിൽ ആരെങ്കിലും വിളിച്ച് വെട്ടിപ്പിക്കുക. മറ്റേതെന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു 15 മണിക്കൂർ വെട്ടും, പിന്നെ അടുത്ത കൊല്ലത്തെ 15 മണിക്കൂറിനാണ് നിങ്ങൾ പിന്നെ ആ മെഷീൻ എടുക്കുക. അതെടുക്കുന്ന സമയത്ത് എന്താ വെച്ച് കഴിഞ്ഞാൽ അപ്പം നിങ്ങൾ ആദ്യം ഇത് സർവീസ് ചെയ്തെടുക്കണം. അതിൻ്റെ കാർബറേറ്റർ, പെട്രോളിലെ പൈപ്പുകൾ, കാര്യങ്ങൾ ഇതെല്ലാം ഡാമേജ് ആയിട്ട് ഇരിക്കുന്നതാവും. എന്നിട്ട് പിന്നെ കാർബറേറ്റർ കഴിച്ച് ചിലതിന് കാർബറേറ്റർ മാറേണ്ടി വരും, ചിലത് നമുക്ക് സർവീസ് ചെയ്തെടുക്കാൻ പറ്റുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യം വരും. അപ്പോൾ അതിനൊരു സംഖ്യ മുടക്കണം. എന്നിട്ട് പിന്നെയും കൊണ്ടുപോയി ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 6 മാസം കഴിഞ്ഞിട്ടാവും പിന്നെ എടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ഗ്യാപ്പ് വരുന്നതാണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യരുത്, മെഷീൻസ് വെറുതെ എടുക്കരുത്. വെറുതെ എടുത്തിട്ട് നമ്മളത് ആ ഒരു കാശ് ചിലവും പിന്നെ നമ്മളുടെ അധ്വാനം ഒക്കെ കൂടി കണക്കൂട്ടുമ്പോൾ നമുക്ക് നഷ്ടമായിട്ടാണ് വരിക. അപ്പോൾ ആ കാരണം കൊണ്ട് അത് എടുക്കാണ്ടിരിക്കുകയാണ് ഏറ്റവും നല്ലത്. അല്ല, നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ഉണ്ട്, നിങ്ങൾക്ക് വർഷത്തിൽ അത്യാവശ്യം വെട്ടാനുണ്ട്, ഇനി പുറത്ത് പോയിട്ട് ചെയ്യാൻ മറ്റുള്ളവരുടെ വെട്ടി കൊടുക്കാനുള്ള ഒരു സാഹചര്യം കൂടി ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ആകുമ്പോൾ അതൊന്നും കൂടി നന്നാവും. അപ്പോൾ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സർവീസ് ചെയ്തെടുത്താലും ആ കാശ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വർക്കിൽ മുതലാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് മെഷീൻസിനെ നമ്മൾ കണക്കാക്കേണ്ടത്. അതൊരു ബിസിനസ് ലെവലിൽ നമ്മൾ കണക്കാക്കിയിട്ട് വേണം മെഷീൻസ് എടുക്കാൻ. ആ മെഷീനിൽ നമ്മളൊരു 1 രൂപ ഇറക്കിയിട്ടുണ്ടെങ്കിൽ ആ 1 രൂപ നമ്മൾ എന്ത് ചെയ്യണം, അതിൽ നിന്ന് തിരിച്ചു പിടിക്കാനുള്ള മാർഗം കൂടി കണ്ടിട്ട് വേണം അത് ഇറക്കാൻ. അല്ലാതെ അത് എടുത്തിട്ടു ഇറക്കി പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെ ഇട്ടിട്ട് വീണ്ടും അതുമ്മേക്ക് ഇങ്ങനെ എക്സ്പെൻസ് ഇട്ടിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറയണത്. പിന്നെ മെഷീൻസ് സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സ്റ്റോക്ക് മെഷീനുകളിൽ തന്നെ പല പ്രൈസ് റേഞ്ചിൽ മെഷീൻസ് കിട്ടും. അതിലൊക്കെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏറ്റവും നല്ലത് എന്ന് പറയുന്നത് വാൾബ്രോ കാർബറേറ്റർ വരുന്ന മെഷീനുകളുണ്ട്. ഈ 2 സ്റ്റോക്കിലാണെങ്കിലും 4 സ്റ്റോക്കിലാണ്. 4 സ്റ്റോക്കിൽ കുറവാണ് വാൾബ്രോ കാർബറേറ്റർ കിട്ടൽ. വാൾബ്രോ കൂടുതലും 4 സ്റ്റോക്കിൽ വരുന്നത് നമ്മുടെ ഹോണ്ട GX35 ഒറിജിനൽ മെഷീനിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. മറ്റുള്ളതിലൊന്നും എനിക്കങ്ങനെ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല. അതേസമയം 2 സ്റ്റോക്ക് മെഷീൻസ് ആകുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ മോഡലുകൾ വാൾബ്രോ കാർബറേറ്ററിൽ വരുന്നുണ്ട്. ഇഷ്ടംപോലെ മോഡലുകൾ വരുന്നുണ്ട് കേട്ടോ. പിന്നെ അതന്നെ അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം അതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ നമുക്ക് മൈലേജ് കിട്ടും. മെഷീൻസ് മൈലേജ് കിട്ടും. നമ്മൾ വെട്ടുമ്പോൾ വെച്ചാൽ ഈ ഒരു 3/4 മണിക്കൂറോ 1 മണിക്കൂറോ ഒക്കെ 1 ലിറ്ററിൻ്റെ മൈലേജ് കിട്ടിയിട്ട് നമുക്ക് ആ മെഷീൻ കൊണ്ടിറക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു 1.5-2 മണിക്കൂർ ആ റേഞ്ചിലൊക്കെ മൈലേജ് കിട്ടുന്ന ടൈപ്പ് മെഷീൻ എടുക്കുകയാണ് എപ്പോഴും നല്ലത്. അതിന് നമ്മൾ എന്ത് ചെയ്യുക, വാൾബ്രോ കാർബറേറ്ററുള്ള ടൈപ്പ് മെഷീനുകൾ എടുത്ത് ചെയ്യാവും ഏറ്റവും നല്ലത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് മെഷീൻസിൻ്റെ കാര്യങ്ങൾ വരുന്നത്. ഇനി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൽ സ്പെസിഫിക് ആയിട്ട് ഓരോരുത്തരുടെ അതായത് നമ്മളൊരു മെഷീൻ എടുക്കുമ്പോൾ നമ്മളുടെ ആവശ്യം എന്താണോ അതിനനുസരിച്ചുള്ളൊരു മെഷീൻ ആണ് എടുക്കേണ്ടത്. അതിന് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ ചെന്നിട്ട് സെയിൽസ്മാൻ്റെ അടുത്ത് ചെന്നിട്ട് ഒരു കടയിൽ കയറി ചെന്നിട്ട് ഒരിക്കലും മെഷീനെ കുറിച്ച് ചോദിക്കരുത്. നിങ്ങൾ അവിടെ തന്നെ സർവീസ് ഉണ്ടെങ്കിൽ ആ സർവീസിലെ ടെക്നീഷ്യൻ്റെ അടുത്ത് വരിക, ആ ടെക്നീഷ്യനോട് പറയുക
അപ്പോൾ എനിക്ക് ഇന്നതാണ് ആവശ്യം, ഈ ആവശ്യം വെച്ചിട്ടാണ് ഞാൻ വരുന്നത്. അപ്പോൾ ഈ ആവശ്യം നിറവേറ്റാവുന്ന തരത്തിലുള്ള മെഷീൻ എങ്ങനെ എനിക്ക് സെലക്ട് ചെയ്യാൻ പറ്റും? അപ്പോൾ എൻ്റെ അടുത്തൊക്കെ വരുമ്പോൾ ഞാൻ പൊതുവേ ആൾക്കാരോട് പറയുന്നത്, നിങ്ങളുടെ ആവശ്യം എന്താ, നിങ്ങളുടെ ആവശ്യം എന്താണോ അതിനനുസരിച്ചുള്ള മെഷീൻ എന്ത് ചെയ്യാം, ഞാൻ പറഞ്ഞുതരാം, സജസ്റ്റ് ചെയ്യാം. അല്ല നിങ്ങളുടെ താല്പര്യം ഇത്, ചിലർ മെഷീൻ ചോദിച്ചു വരും, അതായത് ഇന്ന ബ്രാൻഡ് ഉണ്ടോ, ഇന്ന മോഡലുണ്ടോ ചോദിച്ചു, പിന്നെ നമ്മൾ എടുത്ത് കൊടുക്കും അവരോട്, പിന്നെ നമ്മൾ അഭിപ്രായം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ചിലർ വന്നിട്ട് പറയും എനിക്കിങ്ങനെ വീട്ടിലെ ഉപയോഗത്തിനാണ്, കുറച്ച് വെട്ടാനുള്ളൂ എന്ന് പറയുമ്പോൾ പലരോടും നമ്മൾ അതിൻ്റെ കുറച്ച് വെട്ടാനൊക്കെ ഉള്ള ആൾക്കാരോട് നമ്മൾ പറയാറെന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ വെറുതെ കാശ് ചിലവാക്കണ്ട, എന്ത് ചെയ്തോ, വാടകയ്ക്ക് എടുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തിട്ട് ചെയ്തോ, അല്ലാതെ വെറുതെ ആ കാശ് ചിലവാക്കിയിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് നഷ്ടമാണ് എന്നുള്ളത് പറഞ്ഞിട്ട് നമ്മൾ വിടാറുണ്ട്. സംഗതി എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു സെയിൽ നമ്മൾ ബ്ലോക്ക് ചെയ്യുകയാണ്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് നമുക്കും ഗുണമില്ല. ഇതുവരെ ഇടയ്ക്കിടയ്ക്ക് വരും, നമുക്കും സമാധാനക്കെടാ, സർവീസിൽ വരും, സർവീസിൽ ഈ പറഞ്ഞിട്ടല്ലേ ഇപ്പം അത് എടുത്തത് എന്നിരിക്കും. പിന്നെ നമ്മൾ ആ പഴി ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കണം. അപ്പോൾ എപ്പോഴും മെഷീൻസ് എടുക്കുമ്പോൾ ഒരു ടെക്നീഷ്യൻ്റെ ഒരു ഉപദേശം തേടുന്നത് എപ്പോഴും നന്നായിരിക്കും. ആ നിലയ്ക്ക് ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അത്തരത്തിലുള്ള കാര്യങ്ങൾ അറിയണം എന്നുണ്ടെങ്കിലോ താല്പര്യമുണ്ടെങ്കിലോ വീഡിയോയുടെ അടിയിൽ നിങ്ങളൊരു കമൻറ്റ് ഇട്ടാൽ മതി. അതിനനുസരിച്ച് ഞാനതിന് അതിൻ്റേതായ രീതിയിൽ റിപ്ലൈകളും കാര്യങ്ങളും തരാം. തീർച്ചയായിട്ടും എല്ലാവരും തുടർന്നുള്ള നമ്മുടെ വീഡിയോകൾ കാണുക. നമ്മൾ മെഷീൻസിനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോകൾ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ സീസണായി തുടങ്ങി, അപ്പോൾ നമ്മൾ പുല്ലുവെട്ടുന്ന മെഷീനുകളൊക്കെ ഇനിയിപ്പോൾ പുതിയ മോഡലുകൾ എടുത്ത് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസും കാര്യങ്ങളുമായിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.